നിങ്ങൾക്ക് ആരുടെങ്കിലും ദേഷ്യമുള്ള ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് ഒരു സങ്കടം തോന്നിയ കാര്യങ്ങൾ വിചാരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നി വിചാരിച്ച്, അല്ലെങ്കിൽ അസൂയ തോന്നിയതെന്ന് വിചാരിച്ച്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് വിചാരിക്കും. അതൊരു വികാരമാണ്. ആ വികാരം നിങ്ങൾ ലൊക്കേറ്റ് ചെയ്താൽ ഉടനെ കണ്ണു തുറന്നു. ഓക്കെ, കണ്ണു തുറന്നു വിചാരിക്കും. ഈ വികാരം വന്നു കഴിയുമ്പോൾ മനസ്സിൽ എന്താണ് സംസാരം നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അതാണ് തോട്ട്. അസൂയാണെങ്കിൽ ഒരു സംസാരം, വെറുപ്പാണെങ്കിൽ ഇടയ്ക്കുട്ടി എമ്മടുത്തു, ദേഷ്യമാണെങ്കിൽ ആഹാ വേറെ തരത്തിൽ, പേടിയാണെങ്കിൽ അതിന് പറ്റിയ ഒരു രീതിയിൽ. ആ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ശ്രദ്ധിക്കണം. ആ സെന്റൻസ് നിങ്ങൾ മനസ്സിൽ ഓർക്കണം. കാരണം ആ സെന്റൻസ് മനസ്സിൽ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആ വികാരം വരും. ഉദാഹരണം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഒരാൾക്ക് ഒരു 1000 രൂപ കടം കൊടുക്കും. വേണ്ടപ്പെട്ട ഒരാളാണ്, വന്ന് ചോദിച്ചു, ആശുപത്രി കേസാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസാണോ, അത്യാവശ്യം 2 ആഴ്ച കഴിയുമ്പോൾ തരാമെന്നും പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് പൈസ കിട്ടുന്നില്ല. ഉടനെ നിങ്ങൾ അവരെ കണ്ടു ചോദിച്ചു, അല്ല ചേട്ടാ ചേച്ചി, പണ്ട് ഒരു 1000 രൂപ മേടിച്ചിരുന്നല്ലോ, അതിങ്ങോട്ട് തന്നില്ല, എനിക്കൊരു ആവശ്യമുണ്ട്. ഏത് രൂപ? ഞാൻ നിങ്ങളോട് രൂപ മേടിച്ചു. നിങ്ങൾ ചുമ്മാ സ്വപ്നം കാണുന്നു. അവിടെ പോയി സന്തോഷം തോന്നുമോ അതെയോ ദേഷ്യം തോന്നും? ജസ്റ്റ് കണ്ടിന്യൂ ജസ്റ്റ് ലൈക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നത്? അതിന്റെ ഉത്തരവുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കയറി കിടക്കുന്ന പ്രോഗ്രാം അതാണ്. നിങ്ങൾ അങ്ങനെ പോകും. ഇത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല. യു ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ്. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള എൽഡേഴ്സ്, അവരിൽ നിന്ന് കിട്ടിയ ഒരു പ്രോഗ്രാമാണ് നിങ്ങളുടെ മനസ്സിൽ കയറി കിടക്കുന്നത്. തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുക, തൊട്ടേനും പിടിച്ചതിനൊക്കെ സങ്കടപ്പെടുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ വളർന്നു വന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ആയതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങളുടെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ കൂടെ വന്നു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയെന്ന് മതി. പക്ഷെ ഈ നിമിഷം മുതൽ, ഈ ക്ലാസ് കേട്ട ഈ നിമിഷം മുതൽ, യു ആർ ബൗണ്ട് ടു ചേഞ്ച് യുവേഴ്സെൽഫ് ബൈ ലേണിംഗ് NLP. അതുകൊണ്ട് NLP മാത്രമേ മനസ്സിന്റെ ഇൻസ്ട്രക്ഷന് മാന്യമായിട്ടു. ഇത് പഠിച്ചാൽ ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടിരിക്കുക. അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരും. പിന്നെ ഈ ചിന്തയുടെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ഒന്നും നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. ആര് കൊഞ്ഞനം കാട്ടിയാലും യു വിൽ ബി സ്റ്റഡി. നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി കവലയോട്ട് ചെല്ലുമ്പം ആരെങ്കിലും 2 പൊളിച്ച തെറി പറഞ്ഞു കഴിഞ്ഞാൽ യു അക്സെപ്റ്റ് ഇറ്റ്. അവര് പറഞ്ഞോട്ടെ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അവർക്ക് പറയണമെന്ന് തോന്നുന്നു, അവർക്ക് എന്തോ ഒരു പ്ലഷർ കിട്ടുന്നുണ്ടോ, ലെറ്റ് ദം എൻജോയ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. എന്താണ് റിയാലിറ്റി? അവർക്ക് തെറി പറയണം തോന്നി അവർ തെറി പറഞ്ഞു. അതുപോലെ തന്നെ ചില നമ്മുടെ കുറ്റം പറയുന്നു. അവർക്ക് കുറ്റം എന്താണ്, ഗുഡ് എന്നാ ബാഡ് എന്നാന്നൊന്നും അറിയത്തില്ല. മേ ബി ബിക്കോസ് ജലസ് പറഞ്ഞോളി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ അസൂയപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചീത്ത പറഞ്ഞാൽ നിങ്ങളോട് അസൂയപ്പെട്ടതിൻ്റെ അർത്ഥം ഐ ആം ഇൻ എ ഹയർ ലെവൽ.